ഗസീട്ട, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ കൂട്ടുകാരാ, ഈ ബുൾ എനർജി ഡ്രിങ്ക് ഒന്ന് കുടിക്ക. ഇത് കുടിച്ചു കഴിയുമ്പോ നിനക്ക് കാളയെ പോലെ ശക്തി ഉണ്ടാവും. അത് കണ്ടോ പത്ലു വരുന്നത്? അവനെ കൊണ്ട് ഈ ഡ്രിങ്ക് നമുക്ക് കുടിപ്പിക്കാം. ഇല്ല ഗസീട്ടറാ, രാവിലെ നീ ഒരു ഗ്ലാസ് കുടിച്ചതല്ലേ, എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് കുടിക്കരുത്, അതത്ര നല്ലതല്ല. ഡോക്ടർ ചട്ടുക്ക പ്ലീസ്, ഇന്നലെ ഇതൊരു ഗ്ലാസ് കുടിച്ചപ്പോ എനിക്ക് ഒരുപാട് ശക്തി വന്നു. എന്നിട്ട് ഞാൻ എന്റെ ജോലി എല്ലാം തീർത്തു. എനിക്ക് തീരെ ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ജഡ്ക, ഇത് കുടിച്ച ശക്തി വരികയാണെങ്കിൽ ഇത് ഞാൻ കുടിച്ചോളാം. ഇങ്ങോട്ടിതാ, എനിക്കാണെങ്കിൽ ശക്തി വളരെ ആവശ്യമാണ്. ആ ഡ്രിങ്ക് കുടിച്ചിട്ട് എങ്ങനെയുണ്ട് പത്ലു? നല്ല എനർജറ്റിക് ആണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ 10 കാളയുടെ ശക്തി വന്നിരിക്കുക. പൊളിച്ചെടുത്തല്ലോ. ഈ പത്ലൂണ് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന്? ഇവന് നിന്റെ ചുവന്ന തുണി കണ്ട് ദേഷ്യം വന്നതാ. ഇവൻ ശരിക്കും ഒരു കാളയായി മാറി. ഓടിക്കോ. പൊളിച്ചെടുത്തല്ലോ. രക്ഷിക്കണേ ചാട്ടക്ക, ഈ പത്ലൂണ് നിർത്തിയേ. വേണ്ട 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 വേണ്ട, എന്നെ കുത്തല്ലേ. ഓയ് പത്ലു, എന്റെ ബ്രോ. പൊളിച്ചെടുത്തല്ലോ. ചാട്ടക്ക, നിങ്ങൾ എവിടെയാണ്? എന്റെ രോഗികളാണ് സത്യം, എല്ലാം കുളമായെന്നാ തോന്നുന്നത്. എന്റെ പത്ലു, നീ എവിടെ പോയി കിടക്കുക? എല്ലാ തുണികളും ഞാൻ ഒറ്റയ്ക്കായിരുന്നു അലക്കിയത്. അപ്പൊ എന്നും തുണിയൊക്കെ ഞാൻ അലക്കണോന്നാണോ പറയുന്നേ? ആഹാ, പിന്നല്ലാതെ. നിനക്കറിയാവുന്ന കാര്യമല്ലേ, നീ തുണി അലക്കിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുള്ളത്. എന്താ എന്താ ഈ കാണിക്കുന്നത് നീ? എന്റെ അമ്മോ, എന്താ നിനക്ക് സംഭവിച്ചത്? സോറി സോറി, ഞാൻ തന്നെ തുണികളൊക്കെ അലക്കിക്കോളാം. പ്ലീസ്, ഞാൻ തന്നെ വീട്ടിലെല്ലാ ജോലികളും ചെയ്തോളാം. മമ്മി, അച്ഛാ, എന്തിനു വേണ്ടി എന്നെ ഇങ്ങനെ തല്ലുന്നത്? എന്താ ഒന്നും പറയാത്തത്? പത്ലു, നീ എന്റെ കൂട്ടുകാരനല്ലേ? കൂട്ടുകാരൊക്കെ ഇങ്ങനെ തല്ലുകൂടാറുണ്ടോ? ഈ രണ്ട് സുഹൃത്തുക്കളും കൂടി എന്നെ മുകളിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത്. പൊളിച്ചെടുത്തല്ലോ. മോട്ടും നിനക്കിപ്പോ എന്താ പറ്റിയത്? അല്ല, നീ ഇപ്പൊ എവിടുന്നായി വരുന്നത്? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആ പത്ലുവിനാണ് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നെ തല്ലി. ഓയ് മോട്ടു, എന്റെ ബ്രോ, ഇവൻ എന്റെ ബുൾ എനർജി ഡ്രിങ്ക് കുടിച്ചതിന് ശേഷമാ ഇങ്ങനെയൊക്കെ ആയത്. ചുവന്ന നിറം കണ്ട കാളയെ പോലെ ഇവന് പെട്ടെന്ന് ദേഷ്യം വരും. വാ, നമുക്ക് അവനെ രക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ ഒന്ന് നോക്കാം. ഇപ്പൊ തന്നെ ഒരുപാടായി കേട്ടോ. ഇൻസ്പെക്ടർ ചിങ്കം വരുന്നത് വരെ നിന്നെ ഞാൻ ഇവിടുന്ന് ഒരാട്ടി മുന്നോട്ട് വയ്പ്പിക്കില്ല. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യം നീ മേലെ മിണ്ടി പോരുത്. മോട്ടു, നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ മണത്ത് നടക്കുന്നേ? ഈ ലോകത്ത് വേറെ എന്തുമാത്രം കള്ളന്മാരുണ്ട്, നീ എന്താ അവരെ പോയി പിടിക്കാത്തത്? എങ്കിൽ ശരി, നീ ഒരു ചുവന്ന ഷർട്ട് ഇട്ടോണ്ട് ആ പത്ലുവിന്റെ മുമ്പിൽ പോയി നിക്ക്. എന്നിട്ട് ചോദിക്ക്, ഈ ഷർട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. ഒരു പക്ഷേ അവൻ ആ ഷർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുവാണെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും നിന്റെ പുറകിൽ വരില്ല. വാക്കാണ് സത്യം. വാക്കാണ് സത്യം. ചുവന്ന കളർ എനിക്കും ഇഷ്ടമാണ്. ചുവപ്പ് അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ജോഡിന്റെ മറ്റൊരു പേര് അപകടമെന്നാണ്. പത്ലു, ഞാൻ വരികയാണ്. ഇന്ന് വരെ അവൻ നമുക്കിട്ട് പണിതതിനൊക്കെ അവന് പണി കിട്ടിക്കോളും. പത്ലു, ഇത് കണ്ടോ, ഞാൻ ചുവന്ന ഷർട്ടൊക്കെ ഇട്ടോണ്ടാ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയുണ്ട്?
പത്തലു നിനക്ക് നിനക്ക് എന്താ സംഭവിക്കുന്നത്? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ നിനക്കിപ്പോ എന്തൊക്കെയോ സംഭവിക്കാൻ പോവാണ്. ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഓ ഇങ്ങനെ ഓടി നടന്ന് ഇടി മേടിച്ച പിന്നെ ഞാൻ എങ്ങനെയാ ഡോൺ ആവുക? പത്തിലു കാളയായി, ഇതെന്ത് മായാജാലം? ചുവന്ന ഷർട്ട് ഇടിപ്പിച്ച് ആ ബോട്ട് നമ്മളെ മണ്ടന്മാരാക്കിയിരിക്കുകയാ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയ്ക്കുണ്ടായവനെ കവിതയുടെ കാര്യമൊക്കെ വിട്ട് വേഗം വേഗം താഴേക്ക് ഇറങ്ങും. എന്താ ഇവിടെ സംഭവിച്ചത്? അല്ല, താനിപ്പോ ഈ മോളിന്ന് ഏത് ബാങ്കാണ് കൊള്ളയടിച്ച് വരുന്നത്? പറ. ചിങ്കം സാറേ, ആ പത്തിലു എന്നെ ഇടിച്ചൊരു പരുവത്തിലാക്കി. അവനിപ്പോ കാളയെ പോലെയായി. ചുവന്ന കളറ് കാണുമ്പോ അവനിപ്പോ ഭ്രാന്താ സാറേ. എടോ, താൻ എന്ത് മണ്ടത്രായി വിളിച്ച് പറയണേ? ഇവൻ പറയുന്നത് സത്യമാ ചിക്കൻ സാറേ. ഇവൻ ഞാൻ ഉണ്ടാക്കിയ ബുൾ പവർ മരുന്ന് കുടിച്ചാ ഇങ്ങനെ ആയത്. പ്ലീസ് അവനെ പിടിക്കാൻ സാർ ഞങ്ങളെ ഒന്ന് സഹായിക്കാവോ? എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കുകയാണ്. ദാ പത്തിലും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ അവനൊരു ചുവന്ന വസ്ത്രം കാണിച്ചു കൊടുക്കാം. The name is ചിങ്കം. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. പത്ലു, ഇതാ കണ്ടോ കണ്ടോ എന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന്. എന്റെ അമ്മോ, നിങ്ങളെല്ലാരും പറഞ്ഞത് സത്യമാണല്ലോ. അമ്മച്ചി, എനിക്ക് തോന്നുന്നു പത്ലു തിരിച്ചു പോയിന്ന്. മോട്ടു, ഈ പ്രാവശ്യം ഞാൻ തല്ലുകൊണ്ടു. ഇനി ഒരിക്കൽ കൂടി ആ പത്ലു എന്റെ കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ അടിച്ച് അവന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ബാക്കിയും കൂടെ പറ. ബാക്കി എന്തോന്ന് പറയാൻ? താനല്ലേ പുറകെ നിൽക്കുന്നത്. എന്റെ ജീവൻ രക്ഷപ്പെട്ടാലല്ലേ എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഓടിക്കോ. എന്റെ അമ്മോ, വേണ്ട. മമ്മി, ഡാഡി, അങ്കിൾ. ഈ പത്തിലൂടെ നമ്മൾ എങ്ങനെയാ ശരിയാക്കി കൊണ്ടുവരിക? ആ എനർജി ഡ്രിങ്കിന്റെ ശക്തി കുറയുമ്പോഴേക്കും അവൻ പഴയതുപോലെ ആയിക്കോളും. അല്ലെങ്കിൽ പത്ലുവിനേക്കാളും ശക്തിയുള്ള ആരെയെങ്കിലും കൊണ്ടുവന്ന് പത്ലുവിനെ ഒന്ന് ഇടിക്കുമ്പോഴേക്കും അവന് പിന്നെ ബോധം വന്നോളും. പൊളിച്ചെടുത്തല്ലോ, അത് കണ്ടോ? പത്ലുവിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള ഒരു കാളവിടെ നിൽക്കുന്നുണ്ട്. എനിക്കിപ്പോ ഒരു ഐഡിയ വന്നിട്ടുണ്ട്. പിടിച്ചോ, ഇരിക്കട്ടെ. പത്തിലു, എന്റെ പ്രിയ സുഹൃത്ത്, എന്നോട് ക്ഷമിക്കൂ. നിന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ എനിക്ക് ഇതേ ഒരു മാർഗമുള്ളൂ. കൂട്ടുകാരാ, ഇതാരോ നമ്മളെ തമ്മിൽ തല്ലിക്കാൻ ചെയ്തതാണ്. അങ്ങോട്ട് നോക്ക്, ആ ആൾക്കാരാ മരത്തിന്റെ പുറകിൽ ഇരിക്കുന്നുണ്ട്. ആക്രമിക്കൂ. വലിയേട്ടാ, ആദ്യം ഒരുത്തന്റെ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ രണ്ടെണ്ണം അല്ലേ പുറകെ
കൂടിയിരിക്കുന്നത്. ഈ ഐഡിയ പൊളിഞ്ഞു പോയില്ലേ, ഇനി എന്ത് ചെയ്യും? ഓ, എന്റെ മരുന്നിന്റെ ശക്തി കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ചിലപ്പോ ഒരു ദിവസത്തിനുള്ളിൽ ശരിയാകും, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളില്. ഇല്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.